നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാനെന്നും പതിവ് പോലെ കലയരങ്ങിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഒരു ഒരു വൈകുന്നേര ചായയുടെ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണ ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നിരുന്നാൽ ഒരു വെറൈറ്റി അത്രയേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ഒരു ബജ്ജിയാണ്. ബജ്ജി നമ്മൾ പലതരത്തിലുള്ള ബജ്ജി തിന്നിട്ടുണ്ട്. മുളക ബജ്ജി വളരെ രുചിയായിട്ട് തിന്നാറുണ്ട്. ഒരു ഉത്സവ പറമ്പിൽ പോയാൽ പ്രത്യേകിച്ച് ഞാൻ ഈ മുളക ബജ്ജിയുടെ ഒരു ആധിക്യം എത്രമാത്രം കച്ചവടം നടക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തിരുവൈരാണിക്കുളത്താണ്. നട തുറപ്പ് ദിവസം 12 ദിവസം വൈകുന്നേരം ഒരു 4 മണി തൊട്ട് ബജ്ജിക്കടകളുടെ മുൻപിലുള്ള തിരക്കെന്താ! വെറുതെ മുളക് ബജ്ജി മാത്രം. ഒരു ഇത്തിരി കെച്ചപ്പെന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടില്ലേ, പേസ്റ്റ് പോലെ. തിരുവൊരു രസമൊക്കെ ഉണ്ടാവും, തക്കാളിയുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഒരു തരം ജാമ്പോ തന്നെ. അതിൽ ഉപ്പി ബജ്ജി തിന്നുന്നത് ഒരുപാട് പേര്, ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. പിന്നെ മുളക് ബജ്ജി കായ, കാളിക്കായ എന്ന് പറയും, നല്ല മന്ദങ്കായ എന്ന് പറയും. അങ്ങനത്തെ കായ ഇങ്ങനെ നീളപ്പാടെ കീറി അതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കും. ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി ഉണ്ടാക്കും. വഴുതനങ്ങ, ഉണ്ട വഴുതനങ്ങ വയലറ്റ്, അത് കീറി അതുകൊണ്ട് വഴുതനങ്ങയും ബജ്ജി ഉണ്ടാക്കും. ഇത് കൂടാതെ കണ്ട് പിന്നീട് ബജ്ജി ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ട ചില ഒരു എന്താണത്, ചെറുകിഴങ്ങ് അത് ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ടൊക്കെ കളയാൻ ബുദ്ധിമുട്ട്. അപ്പം കുറച്ചൊന്ന് തിളപ്പിച്ച് ആ തൊലി കളഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ കുറച്ച് വേവുന്നുണ്ട്. അത് വെന്തതിന് ശേഷം കീറിയെടുത്തിട്ട് ബജ്ജി ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പതിവുണ്ട്. ഇന്ന് ഞാൻ വേറെ ഒരു പുതിയ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ബജ്ജിയുടെ കൂട്ടെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇത് തന്നെ. ഇന്ന് അരിപ്പൊടി മീറ്റെടുക്കാൻ പറ്റില്ല, കടലമാവ് വേണം, അതിന് നിർബന്ധമാണല്ലോ. ബജ്ജിക്ക് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ, അതിൻ്റെ ഒരു ഗാംഭീര്യം അങ്ങോട്ട് വരണമെങ്കിൽ കടലമാവ്. പകുതി കടലമാവും പകുതി റവയുമാണ് ഞാൻ ഇന്ന് എടുത്തത് അതിൻ്റെ മാവ് സെറ്റ് ചെയ്യാനായിട്ട്. അത് കൂടാതെ അതിന് കുറച്ചൊരു ഇതുവരെ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, 2 സ്പൂൺ ദോശമാവ്. ആ ഉഴുന്നിൻ്റെ അതിൻ്റെയൊക്കെ ഒരു യോജിപ്പ് വരാനല്ല, ഇച്ചിരി ഒരു പൊളി വരികയാണ് മാവിൻ്റെ എന്ന് വെച്ചാലും ഒന്ന് സ്വാദായിക്കോട്ടെ എന്ന് വെച്ചാൽ. അപ്പോൾ ഒരേ അളവ് തന്നെ കടലമാവ് നമ്മൾ എടുക്കണതിൻ്റെ ആവശ്യത്തിന് മാവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പകുതി കടലമാവും പകുതി റവയും, പിന്നീട് 2 സ്പൂൺ ദോശ മാവും ഒഴിച്ചു അതിൽ. അത് കൂടാതെ അതിനകത്ത് മാവ് കൂട്ടിച്ചേർത്ത് ലേശ ഉപ്പ് കൂടെ ചേർത്ത് മാവ് പോലെയാക്കി. അത് കൂടാതെ കണ്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കേട്ടോ. പിന്നെ ഉപ്പും മുളകും കായും ഇത്തിരി മുന്നിട്ട് നീക്കണം അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അച്ചാർ പൊടി ഇട്ടു. അച്ചാർ പൊടിയിൽ ഉപ്പും മുളകും കായവും ഉണ്ട്, പക്ഷേ ആ കായം പോരാ. ബജ്ജി ഉണ്ടാക്കുമ്പോൾ കായം ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ആദ്യം തന്നെ ഈ മാവ് അങ്ങോട്ട് സെറ്റ്, എല്ലാം കൂടി ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചാൽ മാവ് നല്ല യോജിപ്പ്, നല്ല പാകമായി. സോഡാപ്പൊടി കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് സെറ്റാവാൻ വേണ്ടി ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് അവിടെ വെച്ചു. അപ്പോൾ എന്ത് ബജ്ജിയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ആ ഐറ്റം തയ്യാറാക്കാനായിട്ടിരുന്നു. ആ ഐറ്റം ഞാൻ ഇന്നെടുത്തത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് പോലെ തന്നെ വേറെ ഇത്തിരി ചുവന്ന നിറത്തിലായിട്ട് മധുരക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങല്ല, കപ്പക്കിഴങ്ങുമല്ല, മധുരക്കിഴങ്ങ്. അത് സാധാരണയായിട്ട് പുഴുങ്ങി തിന്നും, അതുമാത്രമേ പതിവുള്ളൂ. ഞാൻ ഈയിടെയായിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഇതെടുത്തിട്ട് വെറുതെ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ നുറുത്തി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. വലിയ തെറ്റില്ല, ഒരു നേരിയ മധുരം വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ആ മധുരക്കിഴങ്ങ് ചെണ്ടമുറിയനായിട്ട് നീളത്തിലുള്ള കഷ്ണങ്ങൾ കിട്ടാൻ പാകത്തിനായിട്ട് തൊലി കളഞ്ഞ് കീറിയെടുത്തു.
പാകത്തിന് ബജ്ജിയുടെ പാകത്തിന് ആ കനം കുറഞ്ഞ വിധത്തിൽ അത് വീതിയിൽ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് കീറി എടുത്ത് കഴുകി ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് ലേശം ഉപ്പ് അതിൻ്റെ മേൽഭാഗവും ഒന്നങ്ങോട്ട് ഇട്ട് ഇളക്കി മറിച്ച് മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് വെച്ചു. കാരണം ഇതിൻ്റെ ഒരു വേവ് ഉണ്ടല്ലോ, പച്ച സ്വാദ് കൊള്ളില്ല. എന്നിട്ട് ആ സെറ്റ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പതുക്കനെ വെന്ത് കിട്ടി. ഒരു ചെറിയ വേവല്ലേ ഉള്ളൂ മധുരക്കിഴങ്ങിന്. ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെളിച്ചെണ്ണ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഈ മാവിലേക്ക് ഒരു 4-5 കഷ്ണം അങ്ങെടുത്തിട്ടു. എന്നിട്ട് കൂട്ടിയിട്ട് ഓരോന്നും മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ബജ്ജിയാണ് ഉണ്ടാക്കിയിരിക്കണത്? മധുരക്കിഴങ്ങ് കൊണ്ടൊരു ബജ്ജി, മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി. ആ വറുത്ത് കോരിയെടുത്ത് പ്ലേറ്റിലൊക്കെ നിരത്തി വെച്ച് ഞാൻ ഒരിടം കഴിച്ചു നോക്കി. നല്ല തരക്കേടൊന്നുമില്ല, നല്ലൊരു സ്വാദുണ്ട്. ഉള്ളിലുള്ളതിന് മധുരക്കിഴങ്ങിൻ്റെ ഒരു നേരിയ മധുരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അല്പം മാവ് കലക്കിയത് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ആപ്പിളുകൾ ഉണ്ടല്ലോ, ആ ആപ്പിൾ പച്ച കണ്ടപ്പോൾ നമുക്ക് പച്ച പോലെ തോന്നും, പച്ചയായിട്ട് പഴുക്കാൻ തുടങ്ങണേ ഉള്ളൂ എന്നുള്ള പോലെ തോന്നും വാസ്തവത്തിൽ. അതൊക്കെ പഴുത്തതാണ്, അതിന് നല്ല മധുരമുണ്ട്, ശരിയാണ്. അപ്പോൾ വെറുതെ ഈ മാവ് കളയണ്ടെന്ന് കരുതിയിട്ട് എണ്ണയിരിക്കണം. പക്ഷേ ആപ്പിളങ്ങളെടുത്ത് കഴുകി ഈ പറഞ്ഞതുപോലെ വേറെ പകുതിയായിട്ട് അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ് കനം കുറച്ച് 3 പീസ് ഇപ്പുറം, കനം കുറച്ച് ഇപ്പുറത്ത് ഒരു 3 പീസ്, അങ്ങനെ കറക്റ്റ് 6 ഈ ഉള്ള മാവിൽ മുക്കി ആ ആപ്പിളും കൂടി അങ്ങോട്ട് ബജ്ജിയുടെ രൂപത്തിൽ വറുത്തെടുത്തു. അങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് ആക്കി നിരത്തി ഞാൻ കഴിച്ചു നോക്കി, ചായക്കൊക്കെ കൊടുത്തു. എല്ലാവരും സുഖമായിട്ട് കഴിച്ചു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കൊണ്ടുവന്നു, എനിക്കിപ്പോൾ കാണിച്ചു തരാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ കാണലേ വേണമെങ്കിൽ ഞാൻ തിന്നാം, ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും വരൂ, ഈ ബജ്ജി ഞാൻ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ 6 ബജ്ജി, അത് മധുരക്കിഴങ്ങിൻ്റെ ബജ്ജിയാണ്. നടുവിൽ വട്ടത്തിൽ കറക്റ്റ് വട്ടത്തിൽ വന്നിരിക്കുന്നത് ആപ്പിൾ ബജ്ജിയാണ്. ആപ്പിൾ ബജ്ജി ഞാൻ വേറൊരു ദിവസം ഇടും ഇനി, എന്നാലും പോട്ടെ. ഈ പാത്രത്തിലിരിക്കുക, ചുറ്റുമിരിക്കണ മഞ്ഞ നിറം ഒരു ഏത്തപ്പഴം ഇരിക്കണമുണ്ട്. അതിനെ ചുമ്മാ അങ്ങ് വറുത്ത് അരിഞ്ഞ് വട്ടത്തിൽ അങ്ങോട്ട് വെച്ചു. ഇരിക്കട്ടെ ഒരലങ്കാരം. അപ്പം ബജ്ജികൾ 6 എണ്ണം വട്ടത്തിൽ വെച്ചേക്കണം. നടുക്ക് ഇരിക്കണം ഒരെണ്ണം വട്ടത്തിലുള്ളത് ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ ബജ്ജിയാണ്. ആപ്പിളിൻ്റെ ബജ്ജി എല്ലാവർക്കും, ഞാൻ പറഞ്ഞില്ലേ, ഒരാപ്പിൾ മുറിച്ചങ്ങോട്ട് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഓരോന്ന് എടുക്കാനേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ കൊള്ളാലോ, അത് ബജ്ജി ആയാലും പഴബോളിയൊക്കെ ഉണ്ടാക്കണ പോലെ അതുണ്ട്, ഇത് ഉള്ളിലും മധുരം പോലെ അതുപോലെയൊക്കെ തോന്നുന്നു, ഇത്തിരി ഇതുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വൈകുന്നേരത്തെ ചായയ്ക്ക് സുഖമായിട്ട് നമുക്ക് ഇതിനെല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്വാദ് കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ഉടനെ ആ ചൂടെ കഴിക്കണം. അപ്പോൾ ആൾക്കാർ കാപ്പിക്ക് അങ്ങോട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതങ്ങോട്ട് ഇട്ടു, അപ്പം തന്നെ മറച്ചിട്ടു, ചായ കൂട്ടി വെച്ചു, ഇത് എണ്ണ അടുപ്പത്തേക്ക് വെച്ചു, ഇതങ്ങോട്ട് അടുപ്പിലത്തെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടു, ചായ ഒന്ന് അങ്ങോട്ട് ആറ്റി കൂട്ടി ഗ്ലാസ്സിലെടുത്തു, എടുത്ത് വയ്ക്കുമ്പോഴേക്കും മറച്ചിട്ട് എടുത്തു, അത് കോരി ചൂടെ പ്ലേറ്റിൽ അങ്ങോട്ട് വയ്ക്കുക. എന്താ സ്വാദ്! ചൂടെ കഴിക്കുമ്പോഴാണ് ഏത് ഭക്ഷണത്തിനും അത് സ്വാദുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നമ്മുടെ പാചകം നല്ലൊരു കല തന്നെയാണ് കേട്ടോ. അതാണ് മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി. കൂടാതെ നമുക്ക് ആപ്പിൾ കൊണ്ടും ബജ്ജി ഉണ്ടാക്കാം. ഇത് രണ്ടും ഞാൻ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കി. കണ്ടുല്ലോ എല്ലാവരും ആപ്പിളിൻ്റെ ബജ്ജി. ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല സ്വാദുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി, ആപ്പിളിൻ്റെ ബജ്ജി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും
കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ ഒരു 2 കഷ്ണം ഒരു കിഴങ്ങ് കൊണ്ട് അങ്ങോട്ട് കയറി ബജ്ജി ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും. എല്ലാവരും കഴിച്ചോളുന്ന സ്വാദോടെ. അതുപോലെ ആപ്പിളും നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇപ്പം കുഞ്ഞാപ്പിളാണ് എനിക്ക് ഇന്ന് കിട്ടിയത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. നമുക്കിങ്ങനെ അടുക്കളയിലും പരീക്ഷണങ്ങളൊക്കെ നടത്താം. നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഭക്ഷണത്തോട് ഒരു താല്പര്യം ഉണ്ടാകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി. എന്താണ്? മധുരക്കിഴങ്ങിൻ്റെ ബജ്ജി. എല്ലാവർക്കും നന്ദി.